കർക്കിടകത്തിലെ കറുത്ത വാവ് കഴിഞ്ഞ രാത്രി ആകാശമാരോ വലിച്ചു കീറിയതുപോലെ തോന്നിപ്പിച്ചു. പുറത്തു മഴ തിമിർത്തു പെയ്യുകയാണ്. വെറും മഴയല്ല, ഭൂമിയെ കുത്തി നോവിക്കുന്നതുപോലെ അലറി വിളിച്ചു പെയ്യുന്ന പേമാരി. ഇടയ്ക്കിടെ മിന്നുന്ന ഇടിമിന്നലിന്റെ വെളിച്ചത്തിൽ ആമിനയുടെ ഓലമേഞ്ഞ ചെറിയ വീട് ഒരു വലിയ കാറ്റിൽ പറന്നുപോകാൻ വെമ്പുന്ന കരിയില പോലെ വിറച്ചുകൊണ്ടിരുന്നു. വീടിനകത്ത് മണ്ണെണ്ണ വിളക്കിന്റെ അരണ്ട വെളിച്ചം മാത്രം. ചുമരുകളിൽ നിഴലുകൾ പ്രേതങ്ങളെപ്പോലെ നൃത്തം ചെയ്യുന്നുണ്ടായിരുന്നു. ഉമ്മ, അടുക്കള ഭാഗത്ത് വെള്ളം വീഴുന്നുണ്ട്, വേഗം വായോ. ആമിനയുടെ ശബ്ദത്തിൽ ഭയം നിറഞ്ഞു നിന്നു. വിറയ്ക്കുന്ന കൈകളുമായി ആമിനയുടെ ഉമ്മ പാത്തുമ്മ ഇരുട്ടിലൂടെ തപ്പിത്തടഞ്ഞ അടുക്കളയിലേക്ക് ഓടി. കയ്യിലൊരു പഴയ അലുമിനിയം പാത്രമുണ്ടായിരുന്നു. ചോർന്നൊലിക്കുന്ന ഭാഗത്ത് പാത്രം വെക്കുമ്പോൾ അവരുടെ കണ്ണുകളിൽ നിസ്സഹായതയുടെ നനവുണ്ടായിരുന്നു. വീടിന്റെ അകത്തളത്തിൽ പലയിടത്തും കലങ്ങളും പ്ലാസ്റ്റിക് ബക്കറ്റുകളും പൊട്ടിയ കപ്പുകളും നിരത്തിവച്ചിരിക്കുകയാണ്. ടിൻ ടിൻ ടപ്പ്. പാത്രങ്ങളിൽ മഴവെള്ളം വീഴുന്ന ശബ്ദം ആ വീടിന്റെ ദാരിദ്ര്യത്തിന്റെ സംഗീതം പോലെയായിരുന്നു. ആമിനയുടെ നെഞ്ചിലെ ഭയത്തിന്റെ താളത്തിനൊപ്പമായിരുന്നു ഓരോ തുള്ളിയും വീണിരുന്നത്. ആമിന തന്റെ പഠനമേശയ്ക്കരികിലിരുന്നു. മേശയെന്ന് വിളിക്കാൻ കഴിയില്ല, ആടി ഉലയുള്ള ഒരു പഴയ മരപ്പലക. അതിന്മേലാണ് അവളുടെ ലോകം, സ്കൂൾ പുസ്തകങ്ങൾ. നാളെ കണക്കു പരീക്ഷയാണ്. പഠിക്കണമെന്നുണ്ട്, പക്ഷെ മനസ്സ് മുഴുവൻ മേൽക്കൂരയിലേക്കാണ്. എപ്പോഴാണ് തന്റെ തലയ്ക്ക് മുകളിൽ ഓല അടർന്നു വീഴുക എന്നവൾ ഭയന്നു. അവളൊരു പഴയ പ്ലാസ്റ്റിക് കവർ കണ്ടെടുത്തു. അതിനുള്ളിൽ തന്റെ സ്കൂൾ പുസ്തകങ്ങൾ ഭദ്രമായി പൊതിഞ്ഞുവെച്ചു. അക്ഷരങ്ങൾ നനയരുത്, അത് നനഞ്ഞാൽ തന്റെ സ്വപ്നങ്ങൾ കൂടിയാണ് കുതിർന്നു പോകുന്നത് എന്ന കൊച്ചു മനസ്സ് ഭയപ്പെട്ടിരുന്നു. അകത്തെ മുറിയിൽ നിന്ന് വാപ്പയുടെ നിർത്താതെയുള്ള ചുമയടി കേൾക്കാം. തണുപ്പരിച്ചു കയറുമ്പോൾ ആ മനുഷ്യൻ ചുരുണ്ടുകൂടുകയാണ്. മരുന്നിനു പോലും തികയാത്ത വരുമാനമാണ് ഉമ്മയുടെ പണികൂലി. ആ ചുമയുടെ ശബ്ദം മഴയുടെ ഇരമ്പലിനേക്കാൾ ഉച്ചത്തിൽ ആമിനയുടെ കാതുകളിൽ മുഴങ്ങി. പെട്ടെന്നാണ് കാറ്റതിന്റെ രൗദ്രഭാവം പുറത്തെടുത്തത്. വീടിന്റെ കഴുക്കോലുകൾ ഞരങ്ങി. മേൽക്കൂരയുടെ ഒരു ഭാഗം കാറ്റിൽ ഇളകി മാറി. അതുവരെ തടുത്തു നിർത്തിയ മഴവെള്ളം ഒരണക്കെട്ട് പൊട്ടിയതുപോലെ കുത്തിയൊലിച്ചു. എന്റെ റബ്ബേ! ആമിന തിരിഞ്ഞു നോക്കുമ്പോഴേക്കും വെള്ളം ശക്തിയായി അവളുടെ മേശപ്പുറത്തേക്ക് വീണിരുന്നു. പ്ലാസ്റ്റിക് കവറിനു മീതെ വെള്ളം പതിച്ചെങ്കിലും ഒഴുക്കിന്റെ ശക്തിയിൽ കവർ തുറന്നുപോയി. ഉമ്മ, എന്റെ പുസ്തകങ്ങൾ! ആമിനയുടെ നിലവിളി ഇടിമുഴക്കത്തിൽ അലിഞ്ഞു ചേർന്നു. അവൾ ഓടിച്ചെന്ന് വെള്ളം തടുക്കാൻ ശ്രമിച്ചു. കൈകൾ കൊണ്ട് പുസ്തകങ്ങൾ വാരിയെടുത്ത് നെഞ്ചോട് ചേർത്തു. പക്ഷെ വൈകിപ്പോയി. കണക്കിന്റെയും സയൻസിന്റെയും പുസ്തകങ്ങൾ കുതിർന്നു പോയിരിക്കുന്നു. മഷി പടർന്ന് അക്ഷരങ്ങൾ മാഞ്ഞു തുടങ്ങി. ആമിന ആ നനഞ്ഞ പുസ്തകങ്ങളെ നോക്കി തറയിലിരുന്ന് പൊട്ടിക്കരഞ്ഞു. മുകളിൽ നിന്ന് മഴവെള്ളം അവളുടെ തലയിലേക്കും കണ്ണീരിലേക്കും വീണുകൊണ്ടിരുന്നു. നാളെ സ്കൂളിൽ എങ്ങനെ പോകും? ശ്രീദേവി ടീച്ചറുടെ ദേഷ്യം നിറഞ്ഞ മുഖം അവളുടെ മനസ്സിൽ തെളിഞ്ഞു. ആമിനയുടെ കണ്ണീരും മഴവെള്ളവും ചേർന്ന് ആ ചെറിയ വീടിന്റെ മണ്ണിൽ ഒഴുകിപ്പരന്നു. നേരം വെളുത്തെങ്കിലും സൂര്യൻ മുഖം കാണിക്കാൻ മടിച്ചു നിന്ന ഒരു പ്രഭാതമായിരുന്നു അത്. മഴയുടെ ശക്തി കുറഞ്ഞിരുന്നു, എങ്കിലും ചാറ്റൽ മഴ വികാരാധീനമായി പെയ്യുന്നുണ്ടായിരുന്നു. ആമിന സ്കൂളിലേക്കുള്ള ഇടവഴിയിലൂടെ നടക്കുമ്പോൾ അവളുടെ കാലുകൾക്ക് വല്ലാത്ത ഭാരമായിരുന്നു. തോളിലുള്ള ബാഗിനുള്ളിൽ കുതിർന്ന പുസ്തകങ്ങളില്ല, പകരം ഒരു വലിയ നുണയുടെ ഭാരമാണ് അവൾ ചുമക്കുന്നത്. ക്ലാസ് റൂമിലെ ആരവം പെട്ടെന്നാണ് നിലച്ചത്. വരാന്തയിൽ ഹൈഹീൽ ചെരുപ്പിന്റെ ശബ്ദം കേട്ടു തുടങ്ങി. ടക്ക് ടക്ക് ടക്ക്. അത് ശ്രീദേവി ടീച്ചറാണ്, സയൻസ് ടീച്ചർ. പഠനകാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത, ചിരിക്കാൻ മടിക്കുന്ന ടീച്ചർ. ടീച്ചർ ക്ലാസ്സിലേക്ക് കയറിയതും കുട്ടികൾ എഴുന്നേറ്റു നിന്നു. ഗുഡ് മോർണിംഗ് ടീച്ചർ. ഗുഡ് മോർണിംഗ്, സിറ്റ് ഡൗൺ. ടീച്ചറുടെ ശബ്ദത്തിന് സ്റ്റീൽ പാത്രത്തിൽ സ്പൂൺ തട്ടിയതുപോലെ ഒരു മുഴക്കമുണ്ടായിരുന്നു. ആമിനയുടെ ഹൃദയം പടപടാ ഇടിക്കാൻ തുടങ്ങി. ജനലിലൂടെ വരുന്ന തണുത്ത കാറ്റിലും അവൾ വിയർക്കുകയുണ്ടായിരുന്നു. ഇന്നലെ തന്ന ഹോംവർക്ക് എല്ലാവരും ചെയ്തല്ലോ അല്ലേ? ലീഡർ, നോട്ട്ബുക്കുകൾ ശേഖരിച്ച് എന്റെ മേശപ്പുറത്ത് വയ്ക്കൂ. കുട്ടികൾ തിരക്കിട്ട് പുസ്തകങ്ങൾ കൈമാറി. ആമിന മാത്രം അനങ്ങിയില്ല. അവൾ തല കുനിച്ചിരുന്നു. ഡെസ്കിലെ മരപ്പലകയിലെ വിള്ളലുകളിലേക്ക് നോക്കി. അവളുടെ ഉറ്റ സുഹൃത്ത് നന്ദന അവളെ തൊണ്ടി. ആമി, ബുക്ക് കൊടുക്കുന്നില്ലേ? ആമിന മറുപടി പറഞ്ഞില്ല. അവളുടെ തൊണ്ട വരണ്ടിരുന്നു. ലീഡർ പുസ്തകങ്ങൾ അടുക്കി വെച്ചു. ടീച്ചർ ഓരോന്നായി എടുത്തു നോക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് ടീച്ചറുടെ പുരികം ചുളിഞ്ഞത്. ആമിനയുടെ ബുക്ക് ഇതിലില്ലല്ലോ. ആമിന?
ആ വിളി ഒരു ഇടിമുഴക്കം പോലെയാണ് ആമിനയ്ക്ക് തോന്നിയത്. അവൾ വിറയലോടെ എഴുന്നേറ്റു നിന്നു. ക്ലാസ്സിലെ 50 ജോഡി കണ്ണുകൾ അവളിലേക്ക് തിരിഞ്ഞു. ടീച്ചർ അവളുടെ അരികിലേക്ക് നടന്നുവന്നു. കയ്യിലെ ചൂരൽ വടി മറുകൈയിൽ തട്ടിക്കൊണ്ടായിരുന്നു വരവ്. "എവിടെ ആമിന നിന്റെ പുസ്തകം? ഇന്നലെ ലീവായിരുന്നല്ലോ." ആമിനയുടെ ചുണ്ടു വിറച്ചു. "സത്യം പറയണമെന്നുണ്ട് ടീച്ചറെ, എന്റെ വീട് ചോർന്നൊലിക്കുന്നുണ്ട്. ഇന്നലെ പെയ്ത മഴയിൽ എന്റെ പുസ്തകങ്ങളെല്ലാം നശിച്ചുപോയി എന്ന് പറയണം. പക്ഷെ അത് പറഞ്ഞാൽ സഹതാപം കിട്ടും." പാവം എന്ന വിളി കേൾക്കാൻ ആമിനയുടെ കുഞ്ഞു മനസ്സിലെ അഭിമാനം അനുവദിച്ചില്ല. ദാരിദ്ര്യം തന്റെ തെറ്റാണെന്ന ഒരു തോന്നൽ അവളെ വേട്ടയാടി. "അത് ടീച്ചർ, ഞാൻ..." വാക്കുകൾ പുറത്തുവരാൻ മടിച്ചു. "എന്താ വിക്കുന്നത്? ഹോംവർക്ക് ചെയ്തില്ലേ അല്ലേ? പഠിക്കാൻ മിടുക്കിയാണെന്ന അഹങ്കാരമാണോ?" ടീച്ചറുടെ ശബ്ദമുയർന്നു. "അല്ല ടീച്ചർ," ആമിന കഷ്ടപ്പെട്ട് പറഞ്ഞു. "ബുക്ക് എടുക്കാൻ മറന്നുപോയി." "മറന്നോ?" ടീച്ചർക്ക് ദേഷ്യം നിയന്ത്രിക്കാനായില്ല. "സ്കൂളിൽ വരാൻ മറന്നില്ലല്ലോ, ചോറ് തിന്നാൻ മറന്നില്ലല്ലോ. പഠിക്കുന്ന കുട്ടികൾക്ക് പുസ്തകമാണ് പ്രധാനം. ഇത്രയും ഉത്തരവാദിത്തമില്ലാതെ പെരുമാറാൻ നിനക്കെങ്ങനെ തോന്നി?" സഹപാഠികളിൽ ചിലർ വായ പൊത്തിച്ചിരിക്കുന്നത് ആമിന കണ്ടു. അതവളുടെ നെഞ്ചിൽ അമ്പുപോലെ തറച്ചു. "ഇനി ക്ലാസ്സിലിരിക്കണ്ട, ഇറങ്ങിപ്പോ പുറത്ത്. പിരീഡ് കഴിയുന്നതുവരെ കൈ പൊക്കി നിൽക്ക്. ഇനി മേലാൽ പുസ്തകം മറന്നുപോയാൽ ക്ലാസ്സിൽ കയറ്റില്ല." ആമിന തലകുനിച്ചു മെല്ലെ നടന്നു. ക്ലാസ് മുറിയുടെ വാതിൽ കടന്ന് വരാന്തയിലേക്കിറങ്ങി. കൈകൾ ഉയർത്തിപ്പിടിച്ചു നിൽക്കുമ്പോൾ അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. പുറത്തു പെയ്യുന്ന മഴയേക്കാൾ ഉപ്പുള്ളതായിരുന്നു അവളുടെ കവിളിലൂടെ ഒഴുകിയ കണ്ണീർ. മഴത്തുള്ളികൾക്ക് അവളുടെ സങ്കടം മനസ്സിലാക്കാൻ കഴിയുമായിരുന്നു എന്നവൾ ആഗ്രഹിച്ചുപോയി. ടിങ് ടിങ് ടിങ്. ഇന്റർവെൽ ബെല്ലിന്റെ ശബ്ദം ഒരാശ്വാസം പോലെയാണ് സ്കൂളിൽ മുഴങ്ങിയത്. നിമിഷനേരം കൊണ്ട് ക്ലാസ് റൂമുകൾ ബഹളമയമായി. കുട്ടികൾ ഉച്ചഭക്ഷണം കഴിക്കാനും കളിക്കാനുമായി ആർത്തു വിളിച്ചു പുറത്തേക്കോടി. ആ ശബ്ദകോലാഹലങ്ങൾക്കിടയിലും സ്കൂളിന്റെ നീളൻ വരാന്തയുടെ ഒരറ്റത്ത് കരിങ്കൽ തൂണും ചാരി ഒറ്റയ്ക്ക് നിൽക്കുകയായിരുന്നു ആമിന. മുറ്റത്ത് കുട്ടികൾ കള്ളനും പോലീസും കളിക്കുന്നു. ചിലർ മഴവെള്ളം കെട്ടിക്കിടക്കുന്ന കുഴിയിൽ കടലാസ് തോണി ഇറക്കുന്നു. അവരുടെ മുഖത്തെല്ലാം സന്തോഷമാണ്. ആമിനയുടെ കണ്ണുകൾ ആ കാഴ്ചകളിലൊന്നും മുടക്കിയില്ല. അവൾ നോക്കിയത് സ്കൂൾ മുറ്റത്തെ മാവിന്റെ ഇലകളിൽ നിന്ന് ഉറ്റിവീഴുന്ന മഴത്തുള്ളികളിലേക്കാണ്. എന്തിനാ ഞാൻ കള്ളം പറഞ്ഞത്? ആ ചിന്ത അവളെ വല്ലാതെ വേദനിപ്പിച്ചു. സത്യം പറഞ്ഞിരുന്നെങ്കിലോ? ടീച്ചർ വിശ്വസിക്കുമായിരുന്നോ? അതോ ഇതൊക്കെ ഹോംവർക്ക് ചെയ്യാതിരിക്കാനുള്ള അടവാണ് എന്ന് പറഞ്ഞു കളിയാക്കുമായിരുന്നോ? അതിനേക്കാൾ ഉപരി തന്റെ വീട് ചോർന്നൊലിക്കുന്നതാണെന്നും പുസ്തകം സൂക്ഷിക്കാൻ പോലും നല്ലൊരു സ്ഥലമില്ലെന്നും ക്ലാസ്സിലെ കുട്ടികൾ അറിയുന്നത് അവൾക്ക് സഹിക്കാൻ കഴിയുന്നില്ലായിരുന്നു. ഉമ്മയുടെ കീറിയ സാരിയും വാപ്പയുടെ വരുന്നിന്റെ മണമുള്ള മുറിയും ചോർന്നൊലിക്കുന്ന അടുക്കളയും എല്ലാം അവളുടെ സ്വകാര്യ ദുഃഖങ്ങളായിരുന്നു. അത് മറ്റുള്ളവർക്ക് മുന്നിൽ വിളമ്പാൻ അവളുടെ അഭിമാനം സമ്മതിച്ചില്ല. "ആമി!" ഒരു മൃദുവായ വിളി അവളെ ചിന്തകളിൽ നിന്നുണർത്തി. ആമിന ഞെട്ടിത്തിരിഞ്ഞു നോക്കി. നന്ദനയാണ്. അവളുടെ കയ്യിൽ ഉച്ചഭക്ഷണത്തിന്റെ പാത്രമില്ല. കളിക്കാൻ പോകാതെ തന്നെ തേടി വന്നതാണ് നന്ദു എന്ന് ആമിനയ്ക്ക് മനസ്സിലായി. "ആമി, നീ ഇവിടെ നിൽക്കുവാണോ? വാ, നമുക്ക് ക്യാൻറ്റീന്റെ ഭാഗത്തേക്ക് പോകാം." നന്ദന അവളുടെ കൈ പിടിച്ചു. ആമിന മറുത്തൊന്നും പറഞ്ഞില്ല. ആരും അധികമില്ലാത്ത പ്ലാവിലെ ചുവട്ടിൽ അവർ ചെന്നിരുന്നു. നന്ദന ആമിനയുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. കലങ്ങിയ കണ്ണുകൾ കള്ളം പറയില്ലല്ലോ. "നീ എന്തിനാ ആമി ടീച്ചറോട് കള്ളം പറഞ്ഞത്?" നന്ദനയുടെ ചോദ്യം നേരിട്ടുള്ളതായിരുന്നു. "എനിക്കറിയാം, നീ ഒരിക്കലും പഠിക്കാൻ മറക്കില്ലെന്ന്. ഇന്നലെ വൈകുന്നേരം പിരിയുമ്പോഴും നീ സയൻസ് നോട്ട് എഴുതുന്ന കാര്യം പറഞ്ഞതല്ലേ? പിന്നെ എന്താ പറ്റിയത്?" ആമിന മുഖം കുനിച്ചു. "ഒന്നുമില്ല നന്ദു, നീ എന്നോടും കള്ളം പറയുവാണോ?" നന്ദനയുടെ ശബ്ദത്തിൽ പരിഭവമുണ്ടായിരുന്നു. "നമ്മൾ തമ്മിൽ രഹസ്യങ്ങളില്ലെന്നല്ലേ പറഞ്ഞിട്ടുള്ളത്?" ആമിനയുടെ ഉള്ളിലെ അണക്കെട്ട് പൊട്ടി. അവൾ വിതുമ്പിക്കൊണ്ട് നന്ദനയുടെ തോളിലേക്ക് ചാഞ്ഞു. "നന്ദു, ഞാൻ മറന്നതല്ലടാ." ഇന്നലെ രാത്രി വാക്കുകൾക്കിടയിൽ അവൾ ശ്വാസമടിക്കാൻ പാടുപെട്ടു. "ഇന്നലെ ഭയങ്കര മഴയായിരുന്നു നന്ദു. കാറ്റിൽ എന്റെ ഓല പറന്നുപോയി." നന്ദന ഞെട്ടലോടെ അവളെ നോക്കി. "എന്റെ മേശപ്പുറത്തേക്ക് വെള്ളം കുത്തിയൊലിച്ചു വീണു നന്ദു. ഞാൻ പൊതിഞ്ഞു വെച്ചതാ പുസ്തകങ്ങൾ. പക്ഷേ..." ആമിനയുടെ കണ്ണീർ നന്ദനയുടെ യൂണിഫോമിൽ നനവു പടർത്തി. "എല്ലാം പോയി നന്ദു. കണക്കും സയൻസും ഇംഗ്ലീഷും എല്ലാം കുതിർന്നുപോയി. അക്ഷരങ്ങളൊക്കെ മാഞ്ഞുപോയി നന്ദു. ഉണക്കാൻ നോക്കിയതാ, പക്ഷെ പേപ്പറൊക്കെ ഒട്ടിപ്പിടിച്ച് കീറിപ്പോകുന്നു." "എന്നിട്ട് എന്തു ചെയ്താണ് ടീച്ചറോട് ഇത് പറയാഞ്ഞത്?" നന്ദനയുടെ കണ്ണു നിറഞ്ഞു. "എനിക്ക് നാണക്കേടായിട്ടാ നന്ദു. ക്ലാസ്സിൽ എല്ലാവരും കേൾക്കെ എന്റെ വീട് പൊളിഞ്ഞ വീടാണെന്ന് പറയാൻ എനിക്ക്
ആമിന വാ പൊത്തിക്കരഞ്ഞു. വാപ്പയ്ക്ക് മരുന്ന് വാങ്ങാൻ പോലും ഉമ്മ കഷ്ടപ്പെടുക. ഇതിനിടയിൽ ഇനി പുതിയ പുസ്തകം വാങ്ങാൻ പൈസ ചോദിക്കാൻ എനിക്ക് വയ്യ. നന്ദന ആമിനയെ ചേർത്ത് പിടിച്ചു. ആ ചെറിയ ശരീരത്തിനുള്ളിൽ ഇത്രയും വലിയ സങ്കടങ്ങൾ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നോ ഇവൾ? പുറമേ ചിരിക്കുമ്പോഴും ഉള്ളിൽ മഴ പെയ്യുകയായിരുന്നോ എന്ന് നന്ദന അറിഞ്ഞില്ല. സാരമില്ലടാ, നീ കരയല്ലേ, നമ്മളുണ്ടല്ലോ കൂടെ, ഇതിനൊക്കെ എന്തെങ്കിലും വഴിയുണ്ടാക്കാം. നന്ദന അവളെ ആശ്വസിപ്പിച്ചു. ആമിനയുടെ കൈകൾ നന്ദനയുടെ കൈകളിൽ മുറുകി. ആ സ്പർശനത്തിൽ 1000 വാക്കുകളുണ്ടായിരുന്നു. തന്റെ സങ്കടം പങ്കുവയ്ക്കാൻ ഒരാളുണ്ടെന്ന തിരിച്ചറിവ് ആമിനിക്ക് നൽകിയ ആശ്വാസം ചെറുതായിരുന്നില്ല. പക്ഷെ നന്ദനയുടെ മനസ്സ് അപ്പോൾ മറ്റൊരിടത്തായിരുന്നു. നനഞ്ഞ പുസ്തകങ്ങൾ ഉണക്കിയെടുത്തതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. അടുത്ത മഴയിലും ആ വീട് ചോരില്ലേ? ആമിനയുടെ കണ്ണീര് തോരണമെങ്കിൽ ആ കൂരയ്ക്ക് മാറ്റം വരണം. ബെല്ലടിക്കാൻ ഇനി അധികം സമയമില്ല. നന്ദന ആമിനയുടെ കണ്ണുനീർ തുടച്ചുകൊടുത്തു. വാ, മുഖം കഴുകാം. ആരും കാണണ്ട നീ കരഞ്ഞത്. പക്ഷെ ആമി, ഇത് നമ്മൾ പരിഹരിക്കും, സത്യം. നന്ദനയുടെ വാക്കുകളിൽ ഒരു ഉറപ്പുണ്ടായിരുന്നു. ഒരു ചെറിയ കുട്ടിക്ക് എടുക്കാവുന്നതിലും വലിയൊരു തീരുമാനത്തിന്റെ ഉറപ്പ്. വൈകുന്നേരത്തെ വെയിൽ മങ്ങിത്തുടങ്ങിയിരുന്നു. സ്കൂൾ വിട്ട് വീട്ടിലേക്കുള്ള വഴിയിലൂടെ നടക്കുമ്പോൾ നന്ദനയുടെ കാലുകൾക്ക് വല്ലാത്ത ഭാരമായിരുന്നു. വഴിയരികിലെ വയലുകളിൽ വെള്ളം നിറഞ്ഞു കിടക്കുന്നു. തവളകളുടെ കരച്ചിൽ കേൾക്കാം. സാധാരണ കളിച്ചിരികളോടെ നടക്കുന്ന വഴിയാണിത്. പക്ഷെ ഇന്ന് ആമിനയുടെ കണ്ണുനീർ അവളുടെ മനസ്സിനെ വല്ലാതെ മഥിക്കുന്നുണ്ടായിരുന്നു. വീടിന്റെ ഗേറ്റ് തുറന്നകത്തേക്ക് കയറുമ്പോൾ ഉമ്മറത്തിരുന്ന് തുന്നൽ ജോലി ചെയ്യുകയായിരുന്ന അമ്മ രാധ മുഖമുയർത്തി നോക്കി. എന്താ നന്ദു ഇത്ര വൈകിയേ? മുഖത്തൊരു വാട്ടം പോലെ. അമ്മയുടെ ചോദ്യം കേട്ടതും നന്ദന ബാഗ് സോഫയിലേക്ക് വെച്ചു. വിശക്കുന്നില്ല അമ്മേ, അവൾ പറഞ്ഞു. രാധ എഴുന്നേറ്റ് മകളുടെ അടുത്തേക്ക് വന്നു. എന്താ കാര്യം? സ്കൂളിൽ ആരെങ്കിലും വഴക്ക് പറഞ്ഞോ? അമ്മയുടെ സ്നേഹത്തോടെയുള്ള ചോദ്യത്തിനു മുന്നിൽ നന്ദനയ്ക്ക് പിടിച്ചു നിൽക്കാനായില്ല. അമ്മേ, ഇന്ന് ആമിന ക്ലാസ്സിൽ കരഞ്ഞു. പിന്നെ നടന്നതെല്ലാം ഒരു ഡാം തുറന്നതുപോലെ അവൾ അമ്മയോട് പറഞ്ഞു. ആമിനയുടെ വീട് ചോർന്നൊലിച്ചതും പുസ്തകങ്ങൾ നശിച്ചതും ടീച്ചർ വഴക്കു പറഞ്ഞതും ആമിന അനുഭവിച്ച നാണക്കേടും എല്ലാം. രാധയുടെ മുഖം മങ്ങി. അയ്യോ, പാവം കുട്ടി. പാത്തുമ്മ കഷ്ടപ്പെട്ടാണ് ആ കുട്ടിയെ പഠിപ്പിക്കുന്നത്. എന്നിട്ടിങ്ങനെ? അമ്മയുടെ കണ്ണുകളിലെ സഹതാപം കണ്ടപ്പോൾ നന്ദനയ്ക്കൊരൽപ്പം ആശ്വാസം തോന്നി. അമ്മേ, എനിക്കൊരു കാര്യം ചെയ്യാൻ തോന്നുക. എന്റെ കഴിഞ്ഞ വർഷത്തെ സയൻസ് കണക്ക് പുസ്തകങ്ങൾ അവിടെ സ്റ്റോർ റൂമിലിരിപ്പില്ലേ? അത് നമുക്ക് ആമിനയ്ക്ക് കൊടുത്താലോ? അവൾക്ക് പഠിക്കാൻ വേറെ വഴിയില്ലല്ലോ. രാധ മകളുടെ തലയിൽ തലോടി. എന്റെ മോൾക്ക് നല്ല മനസ്സാ, നമുക്കത് കൊടുക്കാം. അവൾക്ക് സന്തോഷമാകുമല്ലോ. നന്ദനയ്ക്ക് സന്തോഷമായി. അവൾ ഓടിച്ചെന്ന് സ്റ്റോർ റൂമിൽ നിന്ന് പഴയ പുസ്തകങ്ങൾ പൊടി തട്ടിയെടുത്തു. പേജുകൾ മറിച്ചു നോക്കി. എല്ലാം നല്ല വൃത്തിയുണ്ട്. ഇത് കണ്ടാൽ ആമിനയുടെ മുഖം വിടരും, തീർച്ച. അവൾ ആ പുസ്തകങ്ങളുമായി തന്റെ മുറിയിലെ ജനലിനരികിൽ വന്നിരുന്നു. പുറത്തു വീണ്ടും മഴ ചാറിത്തുടങ്ങിയിരുന്നു. ടിക് ടിക്, ജനൽ ചില്ലിൽ മഴതുള്ളികൾ വന്ന് തട്ടുന്ന ശബ്ദം. നന്ദന പുറത്തേക്ക് നോക്കി. തന്റെ വീടിന്റെ കോൺക്രീറ്റ് മേൽക്കൂരയിൽ മഴ വീഴുന്നത് സുരക്ഷിതമായൊരു സംഗീതം പോലെയാണ്. അകത്തേക്ക് ഒരൊറ്റ തുള്ളി പോലും വരില്ല. പെട്ടെന്നാണ് ഒരു മിന്നൽ പിണർ പോലെ ആ ചിന്ത അവളുടെ മനസ്സിലുദിച്ചത്. ഇന്നീ പുസ്തകങ്ങൾ ആമിനയ്ക്ക് കൊടുക്കാം, അവൾക്ക് സന്തോഷമാകും. പക്ഷേ ഇന്ന് രാത്രി വീണ്ടും മഴ പെയ്താലോ? ആമിനയുടെ വീട്ടിലെ ചോർന്നൊലിക്കുന്ന മേൽക്കൂരയ്ക്ക് അറിയില്ലല്ലോ ഇത് പുതിയ പുസ്തകങ്ങളാണെന്ന്. ഈ കുടിലിൽ ഈ പുസ്തകങ്ങൾ എവിടെ സുരക്ഷിതമായി വയ്ക്കും? നന്ദനയുടെ കയ്യിലെ പുസ്തകങ്ങൾ മെല്ലെ താഴ്ന്നു. അവളുടെ ആവേശം കെട്ടടങ്ങി. അമ്മേ എന്ന് വിളിച്ചുകൊണ്ട് അവൾ അടുക്കളയിലേക്ക് നടന്നു. എന്താ മോളെ? രാധ ചോദിച്ചു. അമ്മേ, ഞാൻ ആലോചിക്കുമായിരുന്നു, നമ്മൾ പുസ്തകം കൊടുത്തതുകൊണ്ട് മാത്രം ആമിനയുടെ സങ്കടം മാറുമോ? രാധ സംശയത്തോടെ നോക്കി. എന്താ ഉദ്ദേശിച്ചത്? അമ്മേ, നമ്മൾ പുസ്തകം കൊടുക്കും, പക്ഷെ അവരുടെ വീടിപ്പോഴും ചോർന്നൊലിക്കുകയല്ലേ. ഇന്ന് രാത്രി മഴ പെയ്താൽ ഈ പുസ്തകങ്ങളും നനയില്ലേ? നനയാത്ത പുസ്തകം മാത്രം പോരല്ലോ അമ്മേ, അത് വെക്കാൻ നനയാത്ത ഒരു വീടുകൂടി വേണ്ടേ? രാധ സ്തംഭിച്ചുപോയി. തന്റെ 12 വയസ്സുകാരി മകൾ ഇത്ര ആഴത്തിൽ ചിന്തിക്കുമെന്ന് അവർ കരുതിയിരുന്നില്ല. കേവലം ഒരു സഹായത്തിനപ്പുറം പ്രശ്നത്തിന്റെ വിരലിലാണവൾ തൊട്ടിരിക്കുന്നത്. ശരിയാ മോളെ, നീ പറഞ്ഞതാണ് ശരി. ആ കൂര മാറ്റി പണിയാതെ എന്തു കൊടുത്തിട്ടും കാര്യമില്ല. പക്ഷേ, രാധ നെടുവീട്ടിട്ടു. ഒരു വീട് പണിയുക എന്നത് വലിയ ചെലവുള്ള കാര്യമാ. നമുക്ക് ഒറ്റയ്ക്കൊരാൾക്ക് വീട് വെച്ചു കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി ഇപ്പോഴില്ല. നന്ദന ജനലിലൂടെ പെയ്യുന്ന മഴയെ നോക്കി നിന്നു. ആ മഴതുള്ളിലേക്കിപ്പോൾ സങ്കടത്തിന്റെ ഭാവമായിരുന്നില്ല, മറിക്കൊരു വെല്ലുവിളിയുടെ സ്വഭാവമായിരുന്നു. എന്തെങ്കിലും വഴി കാണും. അമ്മേ, ആമിനെ ഇനി കരയരുത്. അവളുടെ അക്ഷരങ്ങൾ ഇനി നനയരുത്. നന്ദനയുടെ കണ്ണുകളിൽ ഒരു പുതിയ വെളിച്ചം തെളിഞ്ഞു. അത് വെറുമൊരാഗ്രഹമായിരുന്നില്ല, വലിയൊരു തീരുമാനത്തിന്റെ ആദ്യത്തെ തിരുനാളമായിരുന്നു. രാത്രി ക്ലോക്കിൽ മണി 10 അടിച്ചു. സാധാരണ ഈ സമയത്ത് നന്ദന ഉറങ്ങാറാണ് പതിവ്. പക്ഷെ ഇന്നവൾ ഉമ്മറത്തെ ചാരുകസേരയിൽ കാത്തിരിക്കുകയാണ്. അച്ഛൻ മാധവൻ ഗൾഫിൽ നിന്ന് വിളിക്കുന്ന ദിവസമാണിന്ന്. അമ്മ രാധ പഴയ ഫോണുമായി അടുത്തു തന്നെ ഇരിപ്പുണ്ട്. ട്രിങ് ട്രിങ്. ഫോൺ ബെല്ലടിച്ചതും നന്ദന എടുത്തു ചാടി റിസീവർ എടുത്തു. ഹലോ അച്ഛാ. അവളുടെ ശബ്ദത്തിൽ ആകാംക്ഷ നിറഞ്ഞു നിന്നു. മോളെ, നന്ദു, ഉറങ്ങിയില്ലേ നീ? മറുതലയിൽ നിന്ന് മാധവന്റെ സ്നേഹം നിറഞ്ഞ ശബ്ദം കേട്ടു. ആ ശബ്ദത്തിനു പിന്നിൽ ആയിരക്കണക്കിന് കിലോമീറ്ററുകളുടെ ദൂരവും പ്രവാസത്തിന്റെ ക്ഷീണവുമുണ്ടായിരുന്നു.
ഇല്ല അച്ഛാ, അച്ഛന്റെ വിളി കാത്തിരിക്കുകയായിരുന്നു. അവിടെ സുഖമാണോ? അവിടെ മഴയല്ലേ മോളെ? ഇവിടെ നല്ല ചൂടാണ്, മരുഭൂമിയിലെ ചൂട്. പക്ഷെ നിന്റെ ശബ്ദം കേൾക്കുമ്പോൾ അതൊന്നും ഒരു പ്രശ്നമല്ല. എന്താ മോളെ സ്കൂൾ വിശേഷങ്ങൾ? പഠനമൊക്കെ നടക്കുന്നുണ്ടല്ലോ അല്ലേ? നന്ദന അമ്മയെ ഒന്ന് നോക്കി. അമ്മ കണ്ണുകൊണ്ട് സംസാരിക്കാൻ ആംഗ്യം കാണിച്ചു. നന്ദന ശ്വാസമൊന്ന് വലിച്ചുവിട്ടു. അച്ഛാ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പഠിത്തത്തിന്റെ കാര്യമല്ല. എന്റെ കൂട്ടുകാരി ആമിനെക്കുറിച്ച് ഞാൻ അച്ഛനോട് പറയാറില്ലേ, പഠിക്കാൻ മിടുക്കിയാണെന്ന്? ആ, ഓർമ്മയുണ്ട്, പാത്തുമ്മയുടെ മകൾ. എന്താ അവൾക്ക് പറ്റിയേ? നന്ദന നടന്ന സംഭവങ്ങളെല്ലാം അച്ഛനോട് വിശദമായി പറഞ്ഞു. മഴ പെയ്തതും പുസ്തകം നനഞ്ഞതും ക്ലാസ്സിൽ കരഞ്ഞതും അവളുടെ വീടിന്റെ ദയനീയ അവസ്ഥയും എല്ലാം അച്ഛൻ മറുതലയിൽ മൗനമായി കേട്ടിരുന്നു. അച്ഛാ, നന്ദനയുടെ ശബ്ദം ഇടറി. ഞാൻ എന്റെ പഴയ പുസ്തകങ്ങൾ അവൾക്ക് കൊടുക്കാൻ തീരുമാനിച്ചു. പക്ഷെ അമ്മ പറഞ്ഞു വീട് നന്നാക്കാതെ പുസ്തകം കൊടുത്തിട്ട് കാര്യമില്ലെന്ന്. അടുത്ത മഴയ്ക്കും അത് നനഞ്ഞു പോകില്ലേ? അത് ശരിയാണ് മോളെ, മാധവൻ സമ്മതിച്ചു. അതുകൊണ്ട് അച്ഛാ, നമുക്ക് ആമിനിക്കൊരു ചെറിയ വീട് വെച്ചു കൊടുക്കാമോ? മഴ നനയാത്തൊരു ചെറിയ വീട്? നന്ദന ചോദിച്ചു നിർത്തി. അവളുടെ ഹൃദയം പടപടാ ഇടിക്കുന്നുണ്ടായിരുന്നു. ഫോണിൽ നിശബ്ദത പടർന്നു. ഗൾഫിലെ കാറ്റാണോ അതോ അച്ഛന്റെ നെടുവീട്ടാണോ എന്ന് തിരിച്ചറിയാൻ കഴിയാത്ത ഒരു മൂളൽ മാത്രം കേട്ടു. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം മാധവൻ സംസാരിച്ചു. മോളെ, നിന്റെ മനസ്സ് വലുതാണ്. ആമിനയോടുള്ള നിന്റെ സ്നേഹം അച്ഛന് മനസ്സിലാകും. പക്ഷേ അച്ഛനൊന്ന് നിർത്തി. ഒരു വീട് വെക്കുക എന്നത് ചെറിയ കാര്യമല്ല മോളെ. അതിന് ലക്ഷങ്ങൾ വേണം. അച്ഛൻ ഇവിടെ ചോര നീരാക്കി പണിതിട്ടാണ് നമ്മുടെ കുടുംബം കഴിയുന്നത്. നമുക്ക് ഒറ്റയ്ക്കൊരാൾക്ക് വീട് വെച്ചു കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി ഇപ്പോഴില്ല. നന്ദനയുടെ മുഖം വാടി. കയ്യിലിരുന്ന ഫോൺ വഴുതി പോകുമെന്നവൾക്ക് തോന്നി. അപ്പോ ആമിനെ എന്നും നനഞ്ഞു കിടക്കണോ അച്ഛാ? അവളുടെ അക്ഷരങ്ങൾ എപ്പോഴും മാഞ്ഞു പോകുമോ? അവളുടെ ശബ്ദം കരച്ചിലിന്റെ വക്കിലെത്തി. അച്ഛന്റെ ശബ്ദം മയപ്പെട്ടു. ഇല്ല മോളെ, അങ്ങനെ വരില്ല. അച്ഛനൊരു കാര്യം പറഞ്ഞുതരാം, ശ്രദ്ധിച്ചു കേൾക്കണം. നന്ദന കണ്ണുനീർ തുടച്ച് കാതോർത്തു. നമ്മുടെ പറമ്പിലെ ഒരു വലിയ കല്ല് നിനക്ക് ഒറ്റയ്ക്ക് എടുത്തുമാറ്റാൻ പറ്റുമോ? അച്ഛൻ ചോദിച്ചു. ഇല്ല. 2 പേർ ചേർന്നാലോ? ചിലപ്പോ പറ്റുമായിരിക്കും. എന്നാലൊരു 10 പേർ ചേർന്നാലോ? ഈസിയായിട്ട് എടുത്തുമാറ്റാം അച്ഛാ. മാധവൻ ചിരിച്ചു. അതുതന്നെയാണ് ഇതിനും വഴി. ഒരു വലിയ ഭാരം ഒരാൾക്ക് ഒറ്റയ്ക്ക് താങ്ങാൻ കഴിയില്ല. പക്ഷെ ഒരു ഗ്രാമം മുഴുവൻ വിചാരിച്ചാലോ? നിന്റെ സ്കൂളിലെ കുട്ടികൾ, അധ്യാപകർ, നാട്ടുകാർ എല്ലാവരും കൂടി ചെറിയ സഹായങ്ങൾ ചെയ്താൽ ആമിനയ്ക്ക് വീട് വെക്കാൻ സാധിക്കും. സത്യമാണോ അച്ഛാ? നന്ദനയ്ക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. സത്യമാണ് മോളെ. ഒരാൾ വിചാരിച്ചാൽ നടക്കില്ല, പക്ഷെ കുറേ പേർ വിചാരിച്ചാൽ നടക്കും. നീ തുടങ്ങിവെക്കൂ, ബാക്കിയുള്ളവർ കൂടെ വരും. നല്ല കാര്യങ്ങൾക്ക് എപ്പോഴും ദൈവം കൂട്ടുണ്ടാകും. ഫോൺ കട്ട് ചെയ്തതിനു ശേഷവും ആ വാക്കുകൾ നന്ദനയുടെ കാതിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. ഒരാൾ വിചാരിച്ചാൽ നടക്കില്ല, പക്ഷെ കുറേ പേർ വിചാരിച്ചാൽ നടക്കും. അവൾ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. മഴ ശമിച്ചിരിക്കുന്നു. ഇരുട്ടിൽ മിന്നാമിനുങ്ങുകൾ വെളിച്ചം വിതറുന്നുണ്ട്. ഒറ്റയ്ക്കൊരു മിന്നാമിനുങ്ങിനെ വലിയ വെളിച്ചം നൽകാൻ കഴിയില്ല, പക്ഷെ 1000 മിന്നാമിനുങ്ങുകൾ ഒന്നിച്ചാൽ അതൊരു പകല് പോലെയാകും. നന്ദനയുടെ മനസ്സിലെ സങ്കടം മാറി. അവിടെ വലിയൊരു ആത്മവിശ്വാസം നിറഞ്ഞു. അവൾക്ക് ഒറ്റയ്ക്ക് ആമനയുടെ വീട് പണിയാൻ കഴിയില്ലായിരിക്കാം, പക്ഷെ അവൾക്കൊരു തുടക്കമാകാൻ കഴിയും. ആ രാത്രി നന്ദന ഉറങ്ങിയത് സ്വപ്നങ്ങൾ കണ്ടുകൊണ്ടായിരുന്നില്ല, മറിച്ച് വലിയൊരു ലക്ഷ്യത്തെക്കുറിച്ചുള്ള ചിന്തകളുമായാണ്. വെള്ളിയാഴ്ചത്തെ പ്രഭാതം. സ്കൂൾ ഗ്രൗണ്ട് നീലയും വെള്ളയും യൂണിഫോം ധരിച്ച കുട്ടികളെക്കൊണ്ട് നിറഞ്ഞിരുന്നു. വരിവരിയായി നിൽക്കുന്ന കുട്ടികൾ ഒരു ശാന്തമായ കടൽ പോലെ തോന്നിപ്പിച്ചു. സ്റ്റേജിൽ അധ്യാപകരും ഹെഡ്മാസ്റ്ററും നിൽക്കുന്നു. അന്തരീക്ഷത്തിൽ അച്ചടക്കത്തിന്റെ ഗൗരവമുണ്ട്. അടുത്തതായി 7ാം ക്ലാസ്സിലെ നന്ദന KSന്റെ പ്രസംഗം. ലീഡറുടെ അനൗൺസ്മെന്റ് മുഴങ്ങി. നന്ദനയുടെ ഹൃദയം പടപടാ ഇടിക്കാൻ തുടങ്ങി. അവൾ സ്റ്റേജിലേക്ക് പടികൾ കയറുമ്പോൾ കാലുകൾക്ക് വിറയലുണ്ടായിരുന്നു. 100 കണക്കിന് കണ്ണുകൾ തന്നെ ഉറ്റുനോക്കുന്നു. ആ കൂട്ടത്തിൽ അവൾ ഒരു മുഖം മാത്രം തിരഞ്ഞു. ആമിന. ഏറ്റവും പിറകിലെ വരിയിൽ തല കുനിച്ച് ആ പഴയ യൂണിഫോമും ധരിച്ചു നിൽക്കുന്ന ആമിനയെ കണ്ടപ്പോ നന്ദനയുടെ ഉള്ളിലെ പേടി മാറി. അവിടെ സ്നേഹത്തിന്റെ ധൈര്യം നിറഞ്ഞു. നന്ദന മൈക്കിനു മുന്നിൽ നിന്നു. അവളൊന്ന് ദീർഘശ്വാസമെടുത്തു. ബഹുമാനപ്പെട്ട അധ്യാപകരെ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ. നന്ദനയുടെ ശബ്ദം ആദ്യമൊന്ന് ഇടറിയെങ്കിലും പിന്നീട് അത് സ്റ്റീല് പോലെ ഉറച്ചതായി. ഇന്നത്തെ എന്റെ വിഷയം സഹായം എന്നാണ്. പക്ഷെ ഞാനിവിടെ വന്നത് ഒരു പ്രസംഗം പറയാനല്ല, ഒരു കഥ പറയാനാണ്. അല്ല, നമ്മുടെ കൂട്ടത്തിലെ ഒരു കൂട്ടുകാരിയുടെ കാര്യം പറയാനാണ്. സദസ്സ് നിശബ്ദമായി. മൈക്കിലൂടെ കേൾക്കുന്ന അവളുടെ ശബ്ദം സ്കൂൾ കോമ്പൗണ്ടിൽ മുഴങ്ങിക്കേട്ടു. ഇന്നലെ രാത്രി നല്ല മഴയായിരുന്നു. നമ്മളിൽ പലരും നല്ല ചൂടുള്ള പുതപ്പിനടിയിൽ സുഖമായി ഉറങ്ങിയിട്ടുണ്ടാകും. മഴയുടെ ശബ്ദം നമുക്കൊരു താരാട്ടുപാട്ട് പോലെയായിരുന്നു. എന്നാൽ നന്ദനയുടെ തൊണ്ടയിടറി. നമ്മുടെ കൂട്ടത്തിൽ ഒരാൾ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല. അവളുടെ വീട്ടിലെ മേൽക്കൂര ചോർന്നൊലിച്ച് വീടിനകത്ത് മുഴുവൻ വെള്ളമായിരുന്നു.
നമ്മൾ പുതപ്പിനടിയിൽ ചുരുണ്ടുകൂടിയപ്പോൾ അവളും അവളുടെ ഉമ്മയും പാത്രങ്ങളും ബക്കറ്റുകളും വെച്ച് മഴവെള്ളം പിടിക്കാൻ ഓടി നടക്കുകയായിരുന്നു. സദസ്സിൽ നിന്നൊരു ചെറിയ മർമ്മരമുയർന്നു. അവൾ പഠിക്കാൻ വെച്ചിരുന്ന പുസ്തകങ്ങൾ മഴയത്ത് നനഞ്ഞു കുതിർന്നുപോയി. അതുകൊണ്ടാണ് അവൾ ഇന്നലെ ഹോംവർക്ക് ചെയ്യാത്തത്. മടികൊണ്ടല്ല, അഹങ്കാരം കൊണ്ടല്ല, പഠിക്കാൻ പുസ്തകമില്ലാത്തതുകൊണ്ടാണ്. നന്ദന സ്റ്റേജിലിരുന്ന ശ്രീദേവി ടീച്ചറെ ഒന്ന് നോക്കി. ടീച്ചറുടെ മുഖം വിളറിയിരുന്നു. കണ്ണടയ്ക്ക് പിന്നിലെ കണ്ണുകളിൽ കുറ്റബോധത്തിന്റെ തിരയിളക്കം നന്ദന കണ്ടു. പുസ്തകം വാങ്ങി നൽകിയാൽ തീരുന്ന പ്രശ്നമല്ല ഇത്. അവൾക്ക് തല ചായ്ക്കാൻ മഴ നനയാത്ത, ചോർന്നൊലിക്കാത്ത ഒരു വീട് വേണം. നന്ദനയുടെ ശബ്ദം ഉറക്കെ മുഴങ്ങി. എന്റെ അച്ഛൻ ഇന്നലെ എന്നോട് പറഞ്ഞു, ഒരാൾ വിചാരിച്ചാൽ നടക്കില്ല, പക്ഷെ കുറേ പേർ വിചാരിച്ചാൽ നടക്കും. എനിക്ക് ഒറ്റയ്ക്ക് അവൾക്ക് വീട് വെച്ചു കൊടുക്കാൻ കഴിയില്ല, പക്ഷെ നമ്മൾ എല്ലാവരും ചേർന്നാലോ? നന്ദന തന്റെ പോക്കറ്റിൽ നിന്നൊരു ചെറിയ പ്ലാസ്റ്റിക് കവർ എടുത്തു. അതിൽ നിറയെ നാണയങ്ങളും കുറച്ച് നോട്ടുകളും ഉണ്ടായിരുന്നു. ഇതെന്റെ മൺകുടുക്ക പൊട്ടിച്ച പൈസയാണ്. എനിക്ക് പുതിയ സൈക്കിൾ വാങ്ങാൻ ഞാൻ കൂട്ടിവെച്ചതായിരുന്നു. പക്ഷെ സൈക്കിളിനേക്കാൾ വലുതാണ് എന്റെ കൂട്ടുകാരിയുടെ വീട്. അവൾ ആ കവർ ഉയർത്തി കാണിച്ചു. ഇതൊരു വലിയ തുകയല്ല, പക്ഷെ ഇതൊരു തുടക്കമാണ്. ഇത് ഞാൻ നമ്മുടെ ഹെഡ്മാസ്റ്റർ സാറിനെ ഏൽപ്പിക്കുന്നു. എന്റെ ആമിനയ്ക്ക് മഴ നനയാത്ത ഒരു വീട് വെക്കാൻ. നന്ദന തിരിഞ്ഞ് ഹെഡ്മാസ്റ്റർ അച്യുതൻ മാസ്റ്ററിന്റെ കയ്യിലേക്ക് ആ പണം വെച്ചുകൊടുത്തു. മാസ്റ്റർ അവളെ ചേർത്ത് പിടിച്ചു. അദ്ദേഹത്തിന്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അസംബ്ലി ഗ്രൗണ്ടിൽ സൂചി വീണാൽ കേൾക്കുന്ന നിശബ്ദതയായിരുന്നു. പെട്ടെന്ന് എവിടെ നിന്നോ ഒരു കയ്യടി ഉയർന്നു. പിന്നെ അതൊരു പെരുമഴ പോലെ ഗ്രൗണ്ട് മുഴുവൻ പടർന്നു. കുട്ടികളും അധ്യാപകരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. ആമിന മുഖം പൊത്തി കരയുകയായിരുന്നു. സങ്കടം കൊണ്ടല്ല, സന്തോഷം കൊണ്ട്. ആ കയ്യടികൾ അവളുടെ ചോർന്നൊലിക്കുന്ന വീടിനു മുകളിൽ പെയ്യുന്ന സ്നേഹത്തിന്റെ മഴയായിരുന്നു. അസംബ്ലി കഴിഞ്ഞ് കുട്ടികൾ ക്ലാസുകളിലേക്ക് മടങ്ങിയെങ്കിലും സ്കൂളിന്റെ അന്തരീക്ഷത്തിന് വല്ലാത്തൊരു മാറ്റം വന്നിരുന്നു. വരാന്തകളിലും സ്റ്റാഫ് റൂമിലും എല്ലാം ചർച്ചാവിഷയം നന്ദനയുടെ വാക്കുകളായിരുന്നു. ഒരു ചെറിയ പെൺകുട്ടി മുതിർന്നവരുടെ മനസാക്ഷിയിലേക്കാണ് കല്ലെറിഞ്ഞത്. സ്റ്റാഫ് റൂമിൽ കനത്ത നിശബ്ദതയായിരുന്നു. ശ്രീദേവി ടീച്ചർ തന്റെ കസേരയിൽ തല കുനിച്ചിരുന്നു. മുന്നിലെ മേശപ്പുറത്ത് സയൻസ് ടെസ്റ്റ് പേപ്പറുകൾ ചിതറിക്കിടക്കുന്നുണ്ട്. പക്ഷേ ടീച്ചറുടെ കണ്ണുകൾ അതിലൊന്നും മുടക്കിയില്ല. മനസ്സിൽ മുഴുവൻ ഇന്നലെ വരാന്തയിൽ കൈകൾ ഉയർത്തിപ്പിടിച്ചു നിന്ന ആമിനയുടെ രൂപമായിരുന്നു. പാവം കുട്ടി, നമ്മൾ ആരും അറിഞ്ഞില്ലല്ലോ. കണക്കുമാഷ് രവിസാർ നെടുവീർപ്പിട്ടു. ആ വാക്കുകൾ ശ്രീദേവി ടീച്ചറിന്റെ ഹൃദയത്തിൽ ഒരു മുള്ളുപോലെ തറച്ചു. അറിഞ്ഞില്ല എന്ന ഒഴിവുകഴിപ്പ് പറയാൻ തനിക്കാവില്ല. താൻ ചോദിച്ചില്ല, കേൾക്കാൻ ശ്രമിച്ചില്ല. ഒരധ്യാപിക എന്ന നിലയിൽ താൻ തോറ്റുപോയ നിമിഷമായിരുന്നു അത്. ഇന്റർവെൽ സമയത്ത് ശ്രീദേവി ടീച്ചർ 7ാം ക്ലാസ്സിലേക്ക് നടന്നു. പതിവുള്ള ചുരൽവടി കയ്യിലില്ല. മുഖത്തെ കാർക്കശ്യം മാഞ്ഞ് അവിടെ വല്ലാത്തൊരു സങ്കടം നിഴലിച്ചിരുന്നു. ടീച്ചർ ക്ലാസ്സിലേക്ക് കയറിയതും കുട്ടികൾ എഴുന്നേറ്റു നിന്നു. പക്ഷെ ടീച്ചർ കൈകൊണ്ടിരിക്കാൻ ആംഗ്യം കാണിച്ചു. ടീച്ചറുടെ കണ്ണുകൾ നേരെ പോയത് എല്ലാവസാനത്തെ ബെഞ്ചിലേക്കാണ്. അവിടെ ആമിന ഇരിക്കുന്നുണ്ടായിരുന്നു. ടീച്ചർ മെല്ലെ ആമിനയുടെ അടുത്തേക്ക് നടന്നു. ക്ലാസ് മുഴുവൻ ശ്വാസമടക്കി പിടിച്ചു. എന്താകും സംഭവിക്കുക? ആമിന ഭയത്തോടെ എഴുന്നേറ്റു. ടീച്ചർ അവളുടെ മുന്നിൽ നിന്നു. ആമിനയുടെ തലയിലെ എണ്ണമയമില്ലാത്ത മുടിയിലും പഴയ യൂണിഫോമിലും ടീച്ചറുടെ നോട്ടമെത്തി. പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കാത്തത് സംഭവിച്ചു. ശ്രീദേവി ടീച്ചർ ആമിനയെ ചേർത്തു പിടിച്ചു. എന്നോട് ക്ഷമിക്കുമോളെ, ടീച്ചർ അറിഞ്ഞില്ല. നിന്റെ സങ്കടം ടീച്ചർ കണ്ടില്ല. ടീച്ചറുടെ ശബ്ദമിടറി. ആമിന അമ്പരന്നുപോയി. തന്നെ എപ്പോഴും ശകാരിക്കുന്ന ടീച്ചറാണോ ഈ നിൽക്കുന്നത്? അവളുടെ കണ്ണുകൾ നിറഞ്ഞു. സാരമില്ല ടീച്ചർ, അവൾ മെല്ലെ പറഞ്ഞു. ടീച്ചർ തന്റെ കഴുത്തിൽ കിടന്ന സ്വർണമാലയിൽ കൈവച്ചു. ഇത് വെറുമൊരു മാലയാണ്, പക്ഷെ ഇത് വിറ്റാൽ നിനക്കൊരു സുരക്ഷിതമായ മേൽക്കൂരയുണ്ടാക്കാൻ സഹായിക്കും. ടീച്ചർ ആ മാല ഊരി ആമിനയുടെ കയ്യിൽ വെച്ചുകൊടുത്തു. ഇത് നിനക്കുള്ളതല്ല, നിന്റെ വീടിനുള്ള എന്റെ സ്നേഹസമ്മാനമാണ്. ആരും നനയാത്ത, ആരും കരയാത്ത ഒരു വീടിനു വേണ്ടി. ആമിനയുടെ കൈകളിൽ ആ സ്വർണമാല വിറച്ചു. ക്ലാസ്സിലെ കുട്ടികൾ അത്ഭുതത്തോടെയും ആദരവോടെയും ആ കാഴ്ച കണ്ടുനിന്നു. അതൊരു തുടക്കമായിരുന്നു. കാട്ടുതീ പോലെ ആ വാർത്ത സ്കൂളിലും ഗ്രാമത്തിലും പടർന്നു. നന്ദനയുടെ പ്രസംഗം, ശ്രീദേവി ടീച്ചറുടെ മാല, ഇവ രണ്ടും ഗ്രാമത്തിന്റെ ഉറക്കം കെടുത്തി. ഉച്ചഭക്ഷണ സമയത്ത് കുട്ടികൾ അവരുടെ പോക്കറ്റുകൾ പരതി. മിഠായി വാങ്ങാൻ കൊണ്ടുവന്ന പൈസ, സേവിങ്സ് ബാങ്കിൽ ഇടാൻ കൊണ്ടുവന്ന പൈസ, നാണയങ്ങൾ കിളുങ്ങുന്ന ശബ്ദം ക്ലാസ് മുറികളിൽ ഉയർന്നു. അന്ന് വൈകുന്നേരം സ്കൂൾ ഓഫീസിൽ ഒരു അടിയന്തര യോഗം ചേർന്നു. അധ്യാപകരും PTA ഭാരവാഹികളും നാട്ടിലെ പ്രധാന വ്യക്തികളും പങ്കെടുത്തു. നമുക്കൊരു കമ്മിറ്റി ഉണ്ടാക്കണം, ഹെഡ്മാസ്റ്റർ അച്യുതൻ മാസ്റ്റർ പറഞ്ഞു. അതിന്റെ പേരെന്തായിരിക്കണം? സ്നേഹക്കൂട്. നന്ദനയുടെ അച്ഛൻ മാധവൻ ഫോണിലൂടെ നിർദ്ദേശിച്ച പേര് ആരോ ഓർമ്മിപ്പിച്ചു. എല്ലാവരും അത് സമ്മതിച്ചു. സ്നേഹക്കൂട് നിർമ്മാണ സമിതി അവിടെ പിറവിയെടുത്തു. സ്കൂളിന് പുറത്തും മാറ്റത്തിന്റെ അലയൊലികൾ എത്തിയിരുന്നു.
സ്കൂളിനു മുന്നിലെ പലചരക്ക് കടയിലെ നാണച്ചേട്ടൻ ഹെഡ്മാസ്റ്ററെ കാണാൻ വന്നു. മാഷേ, എന്റെ കടയിൽ നിന്ന് വീട് പണിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഞാൻ തരാം. പൈസയൊന്നും വേണ്ട. ആ കൊച്ചിന്റെ സങ്കടം മാറ്റാൻ എനിക്കിതെങ്കിലും ചെയ്യണ്ടേ? ഓട്ടോറിക്ഷ ഡ്രൈവർമാർ തീരുമാനിച്ചു. വീട് പണിക്കുള്ള സാധനങ്ങൾ സൗജന്യമായി എത്തിക്കുമെന്ന്. മേശിരിമാർ കൂലിയില്ലാതെ പണി ചെയ്യാൻ തയ്യാറായി. അന്ന് രാത്രി ആമിനയുടെ വീട്ടിലെ മണ്ണെണ്ണ വിളക്കിന്റെ വെളിച്ചത്തിന് കൂടുതൽ തിളക്കമുണ്ടായിരുന്നു. ചോർന്നൊലിക്കുന്ന മേൽക്കൂരയ്ക്ക് താഴെ ഇരിക്കുമ്പോഴും ആമിനയുടെ ഉമ്മയുടെ മനസ്സിൽ പ്രതീക്ഷയുടെ പൊൻവെളിച്ചം നിറഞ്ഞു. പുറത്തു മഴ പെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ ആ മഴയ്ക്ക് ഇപ്പോൾ അവരെ തോൽപ്പിക്കാൻ കഴിയില്ലെന്നൊരു വിശ്വാസം കാരണം അവർക്ക് ചുറ്റും ഒരു ഗ്രാമം കാവലായി നിൽക്കുന്നുണ്ടായിരുന്നു. നന്ദനയുടെ വീട്ടിൽ ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ നന്ദനയുടെ മനസ്സിൽ അച്ഛന്റെ വാക്കുകൾ അലയടിച്ചു. ഒരാൾ വിചാരിച്ചാൽ നടക്കില്ല, പക്ഷെ കുറേ പേർ വിചാരിച്ചാൽ നടക്കും. ആ വാക്കുകൾ എത്ര സത്യമായിരുന്നു എന്നവൾ തിരിച്ചറിഞ്ഞു. മാറ്റം തുടങ്ങുന്നത് വലിയ പ്രസംഗങ്ങളിലല്ല, മറിച്ച് ചെറിയൊരു മനസ്സിലെ വലിയ ചിന്തയിലാണെന്ന് അവൾക്ക് ബോധ്യമായി. അതൊരു ഞായറാഴ്ചയായിരുന്നു. പക്ഷെ ഗ്രാമം ഉണർന്നത് പള്ളിയിലെ മണിയൊച്ച കേട്ടല്ല, മറിച്ച് സ്നേഹത്തിന്റെ വിളി കേട്ടാണ്. ആമിനയുടെ പഴയ വീട് നിന്നിരുന്ന സ്ഥലത്ത് ഇന്ന് ഗ്രാമം മുഴുവൻ ഒഴുകിയെത്തിയിരിക്കുകയാണ്. അവിടെ ഒരു ഉത്സവം നടക്കുന്ന പ്രതീതിയായിരുന്നു. പച്ചോല കെട്ടിയ പന്തലില്ല, പകരം പ്ലാസ്റ്റിക് ഷീറ്റ് വലിച്ചു കെട്ടിയ ഒരു ഷെഡ്. അവിടെ വലിയ ചെമ്പുകളിൽ കഞ്ഞി തിളയ്ക്കുന്നു. വിയർപ്പിന്റെ ഗന്ധമല്ല, മറിച്ച് ഒത്തൊരുമയുടെ സുഗന്ധമായിരുന്നു അന്തരീക്ഷത്തിൽ. ഇന്ന് നമ്മളിവിടെ വെറുമൊരു വീടല്ല പണിയുന്നത്, സ്നേഹത്തിന്റെ ഒരു കൂടാണ്, ഹെഡ്മാസ്റ്റർ അച്യുതൻ മാസ്റ്റർ തറക്കല്ലിടൽ ചടങ്ങിനിടെ പറഞ്ഞു. ആമിനയുടെ വാപ്പ വീൽചെയറിലിരുന്ന് കണ്ണുനീരോടെ അത് കാണുന്നുണ്ടായിരുന്നു. പണി തുടങ്ങി. അതൊരു അത്ഭുത കാഴ്ചയായിരുന്നു. ആൺകുട്ടികളും പെൺകുട്ടികളും നീളത്തിൽ വരിവരിയായി നിന്നു. അവർ കൈയിൽ നിന്ന് കൈയിലേക്ക് ഇഷ്ടികകൾ കൈമാറി. ആമിനയുടെയും നന്ദനയുടെയും ക്ലാസ്സിലെ കുട്ടികൾ മാത്രമല്ല, ഹൈസ്കൂളിലെ ചേട്ടന്മാരും ചേച്ചിമാരും ഉണ്ടായിരുന്നു. ആമിനയുടെ ഉറ്റ തോഴി നന്ദന ഏറ്റവും മുന്നിൽ നിന്ന് ചെറിയ കല്ലുകൾ ചുമന്നു. സൂക്ഷിച്ചു പിടിക്കണേ, പിന്നിൽ നിന്ന് ആരോ വിളിച്ചു പറഞ്ഞു. ഒരു ഇഷ്ടിക പോലും താഴെ വീണില്ല. കാരണം ഓരോ ഇഷ്ടികയിലും അവരുടെ പ്രാർത്ഥനയുണ്ടായിരുന്നു. ശ്രീദേവി ടീച്ചർ സാരി തുമ്പ് മുറുക്കിയെടുത്ത് കുട്ടികളുടെ ഇടയിൽ നിന്ന് മണൽക്കൊട്ടകൾ ചുമന്നു. ക്ലാസ്സിൽ ചൂരൽ പിടിക്കുന്ന ആ കൈകളിൽ ഇന്ന് മണലിന്റെയും സിമന്റിന്റെയും പാടുകൾ. ടീച്ചറെ കണ്ടപ്പോൾ കുട്ടികൾക്ക് ആവേശം കൂടി. ടീച്ചറെ, അത് ഞാനെടുക്കാം, നന്ദന ഓടിച്ചെന്നു. വേണ്ട മോളെ, ഇതും എന്റെ പ്രായശ്ചിത്തമാണ്, ടീച്ചർ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ ചിരിയിൽ പഴയ കാർക്കശ്യമില്ല, വാത്സല്യം മാത്രം. ഉച്ചയായപ്പോൾ പണി നിർത്തി. ഷെഡിൽ നിന്ന് കഞ്ഞിയുടെ മണമുയർന്നു. ആമിനയുടെ ഉമ്മ പാത്തുമ്മ വലിയൊരു തവി കൊണ്ട് എല്ലാവർക്കും കഞ്ഞി വിളമ്പി. ജാതിയോ മതമോ പണമോ അവിടെ മതിലുകൾ തീർത്തില്ല. പണക്കാരനായ കോൺട്രാക്ടർ വർക്കിയും ഓട്ടോ ഡ്രൈവർ സുഗുണനും സ്കൂൾ ഹെഡ്മാസ്റ്ററും ഒരേ വരിയിലിരുന്ന് ഒരേ പാത്രത്തിൽ കഞ്ഞി കുടിച്ചു. എന്തൊരു രുചിയാ പാത്തുമ്മ, ആരോ വിളിച്ചു പറഞ്ഞു. അത് കേട്ട് പാത്തുമ്മയുടെ മുഖം നാണത്താൽ ചുവന്നു. വർഷങ്ങൾക്ക് ശേഷം ആ മുഖത്തൊരു പുഞ്ചിരി വിടർന്നു. നന്ദനയും ആമിനയും ഒരുമിച്ചിരുന്നാണ് കഴിച്ചത്. നന്ദു, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ആമിന പറഞ്ഞു. എനിക്ക് വേണ്ടി ഇത്രയും പേർ? നന്ദന അവളുടെ കയ്യിൽ പിടിച്ചു. നിനക്ക് വേണ്ടി മാത്രമല്ല ആമി, നമുക്കെല്ലാവർക്കും വേണ്ടിയാണ്. നീ കണ്ടില്ലേ, ആരും ക്ഷീണിച്ചിട്ടില്ല, എല്ലാവരുടെയും മുഖത്ത് സന്തോഷമാണ്. വൈകുന്നേരമായപ്പോഴേക്കും തറയുടെ പണി ഏകദേശം പൂർത്തിയായി. അസ്തമയ സൂര്യന്റെ വെളിച്ചത്തിൽ പണി തീരാത്ത ആ ചുമരുകൾ പൊന്നുപോലെ തിളങ്ങി. പണി കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞു പോകുമ്പോൾ ആമിനയുടെ വാപ്പ എല്ലാവരോടും കൈകൂപ്പി. സംസാരിക്കാൻ അദ്ദേഹത്തിന് വാക്കുകൾ കിട്ടിയില്ല, തൊണ്ടയിടറി. അത് കണ്ടു നിന്നവരുടെ കണ്ണുകളും നിറഞ്ഞു. നന്ദന തിരിഞ്ഞു നടക്കുമ്പോൾ അച്ഛൻ പറഞ്ഞ വാക്കുകൾ ഓർത്തു. ഒരാൾക്കെടുക്കാൻ കഴിയാത്ത ഭാരം. ശരിയാണ്, ഇന്ന് ആ ഭാരം ആർക്കും തോന്നിയില്ല. എല്ലാവരുടെയും വിയർപ്പുമണികൾക്ക് ഒരേ നിറമായിരുന്നു, സ്നേഹത്തിന്റെ നിറം. ആമിനയുടെ വീടിന്റെ തറയിൽ വീണ ഓരോ തുള്ളി വിയർപ്പും നാളെ അവളുടെ സുരക്ഷിതത്വത്തിനുള്ള ഉറപ്പായിരുന്നു. മാസങ്ങൾ കടന്നുപോയി. വീണ്ടും ഒരു ഇടവപ്പാതിക്കാലം വന്നെത്തി. ആകാശം കറുത്തിരുണ്ടു. പക്ഷെ ഇന്നാ ഇരുട്ടിന് ഭയത്തിന്റെ നിറമായിരുന്നില്ല, മറിച്ച് കുളിർമയുടെ നിറമായിരുന്നു. ആമിനയുടെ വീടിന്റെ മുറ്റത്ത് ഒരു ചെറിയ പന്തലുയർന്നിട്ടുണ്ട്. നിറയെ ആളുകൾ. ഇന്ന് ആമിനയുടെ പുതിയ വീടിന്റെ പാലുകാച്ചൽ ചടങ്ങാണ്. പഴയ ഓലക്കുടിൽ നിന്നിടത്ത് ഇന്ന് മനോഹരമായൊരു ചെറിയ വീട് തലയുയർത്തി നിൽക്കുന്നു. വെളുത്ത പെയിന്റടിച്ച ചുമരുകൾ, പച്ച നിറമുള്ള ജനലുകൾ, ഏറ്റവും മുകളിൽ ചോർന്നൊലിക്കാത്ത ഉറപ്പുള്ള കോൺക്രീറ്റ് മേൽക്കൂര. എംഎൽഎയും പഞ്ചായത്ത് പ്രസിഡന്റും എത്തിയിട്ടുണ്ട്. നാട്ടുകാരും സ്കൂളിലെ കൂട്ടുകാരും അധ്യാപകരും എല്ലാവരും അവിടെയുണ്ട്. അടുക്കളയിൽ നിന്ന് ആഹ്ലാദത്തിന്റെ ശബ്ദമുയർന്നു.
പാല് തിളച്ചു തൂവി. പാത്തുമ്മയുടെ കണ്ണുകളിൽ നിന്ന് ആനന്ദ കണ്ണുനീരൊഴുകി. എന്റെ റബ്ബേ, ഇനിയെങ്കിലും എന്റെ കുട്ടിക്ക് സമാധാനമായി ഉറങ്ങാലോ, അവർ വിതമ്പി. വീൽചെയറിലിരുന്ന ആമിനയുടെ വാപ്പ പുതിയ വീടിന്റെ ഓരോ മൂലയും കണ്ണിറയെ കാണുകയായിരുന്നു. മഴക്കാലത്ത് ചുമരിലൂടെ വെള്ളമൊലിച്ചിറങ്ങുന്നത് കണ്ട് നിസ്സഹായനായിരുന്ന ആ മനുഷ്യൻ ഇന്ന് തലയ്ക്ക് മുകളിലെ ഉറപ്പുള്ള മേൽക്കൂര നോക്കി നെടുവീർപ്പിട്ടു. ആമിനയും നന്ദനയും കൂടി ആമിനയുടെ പുതിയ മുറിയിലേക്ക് കയറി. ജനലിനരികെ മനോഹരമായൊരു പഠനമേശ, അതിനു മുകളിൽ ഒരു ചെറിയ പുസ്തക ഷെൽഫ്. ഇതാണ് നിന്റെ രാജ്യം, നന്ദന ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആമിന തന്റെ പഴയതും പുതിയതുമായ പുസ്തകങ്ങൾ ഷെൽഫിൽ അടുക്കി വെച്ചു. കണക്കും സയൻസും മലയാളവും എല്ലാം ഭംഗിയായി നിരന്നു. പെട്ടെന്ന് പുറത്തു മഴ കനത്തു. ഷൂ എന്ന ശബ്ദത്തോടെ ഒരു വലിയ മഴ. ആമിന ജനലിലൂടെ കൈനീട്ടി. മഴത്തുള്ളികൾ അവളുടെ കൈകളിൽ വീണു. അവൾ ചിരിച്ചു. മുൻപ് ഈ ശബ്ദം കേൾക്കുമ്പോൾ നെഞ്ചിടിപ്പായിരുന്നു. പാത്രങ്ങളും കലങ്ങളും നിരത്താൻ ഓടണമായിരുന്നു. പുസ്തകങ്ങൾ നനയാതിരിക്കാൻ നെഞ്ചോട് ചേർത്ത് വെക്കണമായിരുന്നു. പക്ഷെ ഇന്നോ? അവൾ മുറിയിലേക്ക് തിരിഞ്ഞു നോക്കി. തറയിൽ വെള്ളമില്ല, മേശപ്പുറത്ത് വെള്ളമില്ല. ഷെൽഫിലെ പുസ്തകങ്ങൾ ഉണങ്ങി സുരക്ഷിതമായി ഇരിക്കുന്നു. നന്ദു, നോക്ക്, ആമിന പറഞ്ഞു. എന്റെ അക്ഷരങ്ങൾ, അവ ഇനി നനയില്ല. നന്ദന അവളെ ചേർത്തു പിടിച്ചു. ഇല്ല ആമി, ഇനി ഒരിക്കലും നനയില്ല. ഈ വീട് വെറും കല്ലും സിമന്റും കൊണ്ടുണ്ടാക്കിയതല്ല, നമ്മുടെ ഗ്രാമത്തിലെ എല്ലാവരുടെയും സ്നേഹം കൊണ്ടുണ്ടാക്കിയതാണ്. സ്നേഹത്തിന് ചോർന്നൊലിക്കാൻ കഴിയില്ലല്ലോ. ആമിനയുടെ നെഞ്ചോട് ചേർത്തു പിടിച്ച പുസ്തകത്തിന്റെ ആദ്യ പേജിൽ നന്ദനയുടെ പേര് എഴുതിയിരുന്നു. പുറത്തും മഴ തിമിർത്തു പെയ്യുമ്പോഴും ആമിനയുടെ മുറിയിൽ സമാധാനത്തിന്റെ വെളിച്ചം നിറഞ്ഞു നിന്നു. മഴ നനയാത്ത ആ അക്ഷരങ്ങൾ വരാനിരിക്കുന്ന നല്ല നാളുകളുടെ സ്വപ്നങ്ങൾ കാണുകയായിരുന്നു. സ്കൂൾ വാർഷികാഘോഷത്തിന്റെ ദിവസം. സ്കൂൾ മുറ്റം മുഴുവൻ വർണ്ണക്കടലാസുകൾ കൊണ്ട് അലങ്കരിച്ചിരുന്നു. ബലൂണുകൾ കാറ്റിലാടുന്നു. ഉച്ചഭാഷിണിയോടെ പഴയ സിനിമാ പാട്ടുകൾ ഒഴുകിയെത്തുന്നു. ഗ്രാമത്തിലെ ഒട്ടുമിക്കവരും ഇന്നവിടെ എത്തിയിട്ടുണ്ട്. കുട്ടികളുടെ മുഖത്ത് ഉത്സവ പ്രതീതിയാണ്. വേദിയിൽ പ്രമുഖ വ്യക്തികൾ ഇരിക്കുന്നു. നടുവിലായി തിളങ്ങുന്ന ഒരു വലിയ ട്രോഫി ഇരിപ്പുണ്ട്. അത് ലൈറ്റിന്റെ വെളിച്ചത്തിൽ മിന്നിത്തിളങ്ങുന്നത് കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. ഹെഡ്മാസ്റ്റർ അച്യുതൻ മാസ്റ്റർ മൈക്കിനു മുന്നിലെത്തി. പ്രിയപ്പെട്ടവരെ, ഓരോ വർഷവും നമ്മൾ പഠനത്തിൽ മികവ് പുലർത്തുന്ന കുട്ടികൾക്ക് അവാർഡ് നൽകാറുണ്ട്. എന്നാൽ ഈ വർഷം നമ്മൾ നൽകുന്ന അവാർഡിന് തിളക്കം കൂടുതലാണ്. സദസ്സ് നിശബ്ദമായി. എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നു. പുസ്തകത്തിലെ പാഠങ്ങൾ പഠിക്കാൻ എളുപ്പമാണ്. എന്നാൽ ജീവിതത്തിലെ പാഠങ്ങൾ, സ്നേഹത്തിന്റെ പാഠങ്ങൾ പഠിക്കാൻ വലിയൊരു മനസ്സ് വേണം. നമ്മുടെ സ്കൂളിലെ ഒരു കൊച്ചുകുട്ടി നമുക്ക് ആ വലിയ പാഠം പഠിപ്പിച്ചു തന്നു. ഹെഡ്മാസ്റ്ററുടെ ശബ്ദം ഇടറി. ഈ വർഷത്തെ ബെസ്റ്റ് സ്റ്റുഡന്റ് സോഷ്യൽ വർക്കർ അവാർഡ് നമ്മുടെ പ്രിയപ്പെട്ട, നമ്മുടെ അഭിമാനമായ നന്ദനയ്ക്ക്. കയ്യടികൾ. സ്കൂൾ ഗ്രൗണ്ട് കുലുങ്ങുന്ന തരത്തിലുള്ള കയ്യടികൾ. കുട്ടികൾ വിസിലടിച്ചു. അധ്യാപകർ എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. നന്ദനയുടെ അമ്മ സദസ്സിലിരുന്ന് ആനന്ദ കണ്ണുനീർ തുടച്ചു. മുൻവരിയിലിരിക്കുന്ന ശ്രീദേവി ടീച്ചർ നിറഞ്ഞ ചിരിയോടെ നന്ദനയെ നോക്കി. നന്ദന വേദിയിലേക്ക് കയറി. അവളുടെ കാലുകൾ വിറയ്ക്കുകയായിരുന്നു. അവൾ ഹെഡ്മാസ്റ്ററിൽ നിന്ന് ആ വലിയ ട്രോഫി ഏറ്റുവാങ്ങി. ക്യാമറകളുടെ ഫ്ലാഷുകൾ മിന്നി. മൈക്ക് അവളുടെ മുന്നിൽ വെച്ചു. അവൾ ഒന്ന് ദീർഘശ്വാസമെടുത്തു. മുന്നിലിരിക്കുന്ന ആയിരക്കണക്കിന് മുഖങ്ങളെ അവൾ നോക്കി. എല്ലാവർക്കും നമസ്കാരം. നന്ദനയുടെ ശബ്ദം മൈക്കിലൂടെ മുഴങ്ങി. ഈ അവാർഡ് ഇത് എനിക്ക് മാത്രം അവകാശപ്പെട്ടതല്ല. അവൾ ട്രോഫിയിലേക്കൊന്ന് നോക്കി, പിന്നെ സദസ്സിലേക്ക്. ഞാൻ ഒരാഗ്രഹം മാത്രമേ പറഞ്ഞുള്ളൂ, പക്ഷെ അത് സാധിച്ചു തന്നത് നിങ്ങളാണ്. എന്റെ അച്ഛൻ പറഞ്ഞതുപോലെ കുറേ പേർ വിചാരിച്ചാൽ നടക്കാത്തതായി ഒന്നുമില്ല. നന്ദന സദസ്സിലെ ഒരു ഭാഗത്തേക്ക് കൈ ചൂണ്ടി. ആമിന, ഇങ്ങോട്ട് വാ. എല്ലാവരും തിരിഞ്ഞു നോക്കി. ആമിന നാണത്തോടെ, എന്നാൽ അഭിമാനത്തോടെ എഴുന്നേറ്റു നിന്നു. അവൾ വേദിയിലേക്ക് ഓടിക്കയറി. നന്ദന ആമിനയെ ചേർത്തു പിടിച്ചു. ഇതാണ് എന്റെ കൂട്ടുകാരി. ഇവളുടെ കണ്ണീരാണ് ഈ മാറ്റത്തിന് കാരണം. ഇന്നിവൾ ചിരിക്കുന്നത് കാണുമ്പോൾ, ഇവളുടെ വീട് ചോരാതിരിക്കുന്നത് കാണുമ്പോൾ കിട്ടുന്ന സന്തോഷത്തേക്കാൾ വലുതല്ല ഈ ട്രോഫി. രണ്ടുപേരും ഒരേ ട്രോഫിയിൽ പിടിച്ചു നിന്നു. നന്ദനയും ആമിനയും. പണക്കാരനെന്നോ പാവപ്പെട്ടവനെന്നോ ഇല്ല വേർതിരിവില്ലാതെ, ജാതിയോ മതമോ ഇല്ലാതെ സ്നേഹമെന്ന ഒറ്റ വികാരത്തിൽ ആ ഗ്രാമം ഒന്നിച്ചു നിന്ന നിമിഷം. ശ്രീദേവി ടീച്ചർ വേദിയിലെത്തി രണ്ടുപേരെയും കെട്ടിപ്പിടിച്ചു. നിങ്ങളാണ് മക്കളെ യഥാർത്ഥ അധ്യാപകർ. നിങ്ങൾ ഞങ്ങളെ സ്നേഹിക്കാൻ പഠിപ്പിച്ചു. പുറത്ത് നേരിയ ചാറ്റൽ മഴ തുടങ്ങി. പക്ഷെ ആരും കുട നിവർത്തിയില്ല. ആ മഴത്തുള്ളികൾക്ക് അനുഗ്രഹത്തിന്റെ സ്പർശമുണ്ടായിരുന്നു. സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് ആമിനയും നന്ദനയും കൈ കോർത്തുപിടിച്ച് നടന്നു നീങ്ങി. ദൂരെ ആമിനയുടെ പുതിയ വീട് കാണാം.
അവിടെ സുരക്ഷിതമായ ഷെൽഫിൽ മഴ നനയാത്ത അക്ഷരങ്ങൾ അവർക്ക് വേണ്ടി കാത്തിരിക്കുകയുണ്ടായിരുന്നു. ഒരു ചെറിയ മനസ്സിന്റെ നിഷ്കളങ്കമായ ആഗ്രഹം ഒരു നാടിനെ മുഴുവൻ മാറ്റിയ ചരിത്രം അവിടെ എഴുതപ്പെടുകയായിരുന്നു. വരും തലമുറകൾക്ക് വായിക്കാൻ മഴയ്ക്കും മായ്ക്കാൻ കഴിയാത്ത സ്നേഹത്തിന്റെ അക്ഷരങ്ങളിൽ.